വായന പക്ഷാചരണ പരിപാടികളുടെ ഭാഗമായി ജൂൺ 29 ശനിയാഴ്ച രാവിലെ 9:30 +2 വിദ്യാർത്ഥികൾക്കായുള്ള മോട്ടിവേഷൻ ക്ലാസ് നടന്നു. GVHSS ഞാറക്ക റിട്ടയർഡ് പ്രിൻസിപ്പൽ MV വീരേന്ദ്രകുമാറാണ് ക്ലാസ് എടുത്തത്. ഗോഡാല പ്രസിഡന്റ് ഗോഡ്വിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. വായന പക്ഷാചരണം പ്രോഗ്രാം കോർഡിനേറ്റർ MC പവിത്രൻ സ്വാഗതവും ലൈബ്രറിയൻ മിനി ഭക്തഹരി നന്ദിയും പറഞ്ഞു. HHS, NST, SMHS എന്നീ സ്കൂളുകളിലെ 30ഓളം കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ആശംസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടില്ലല്ലേ? അങ്ങനത്തെ സാധനത്തിന്റെ ആവശ്യമില്ല, ഒരു വർത്താനം പറയാൻ വേണ്ടി വന്നാൽ. ഏതായാലും ഇന്ന് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ചെറിയൊരു ചേഞ്ച് ആവശ്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പേഴ്സണാലിറ്റി ഇപ്പോഴുള്ള പേഴ്സണാലിറ്റിയിൽ നിന്ന് അല്പം വ്യത്യാസം വേണോ എന്ന് ചിന്തിക്കും, അത്രേ ഉള്ളൂ. കാരണം പേഴ്സണാലിറ്റിയിൽ വ്യത്യാസം വരുമ്പോഴാണ് നമ്മുടെ പേഴ്സണൽ റിയാലിറ്റിയിൽ വ്യത്യാസം. അപ്പൊ നമ്മളിന്ന് എന്താണ് റിയാലിറ്റി, എന്താണ് പേഴ്സൺ, ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു മണിക്കൂർ സമയമാണെങ്കിൽ തന്നപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് കൊടുത്തേക്കും. ഇപ്പൊ 10:10 11:10 നിർത്താമെന്ന് ഞാൻ വിചാരിക്കാം. ഓക്കെ. അപ്പൊ എന്റെ ഇത്ര നാളത്തെ 20 വർഷത്തെ ഔദ്യോഗിക ജീവിതം ഞാൻ MSc 88 കഴിഞ്ഞാണ്. അന്ന് മുതൽ ഞാൻ കുട്ടികളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം ഓൾ സയൻസ് കോളേജ് എന്ന് പറയുന്ന കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു. പിന്നീട് ജോലി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വന്നു. പിന്നീട് പ്രിൻസിപ്പളായിട്ട് പല സ്കൂളുകളിൽ വരും. ഞാനൊക്കെ ഇരുന്നിട്ടുണ്ട്, പല്ലാരിമംഗലം, മലപ്പുറം. അവസാനം റിട്ടയർ ചെയ്യുന്നത് ഇടനാണ്, ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അപ്പൊ ഏതായാലും മാത്രമല്ല, NSS നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന സംഘടനയുടെ അതിൽ പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ ഒരുമിക്ക സ്കൂളുകളിൽ പോകാൻ നിങ്ങളെ ഒരുപാട് കുട്ടികൾ ആയിരക്കണക്കിന് എന്ന് വെച്ചാൽ ചില സ്കൂളിലൊക്കെ ചെയ്യുമ്പോൾ 500 കുട്ടികളൊക്കെ ഉണ്ടാവും, ചില മീറ്റിങ്ങുകളിൽ 1000 കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നിൽക്കാനുള്ള ഭാഗ്യം കിട്ടിയത് വളരെ എന്താ പറഞ്ഞാൽ വളരെ ഒരു ദൈവാധീനമായിട്ടാണ്. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു അല്ലാത്ത ഒരു എന്താണ് അഭിമാനവും സന്തോഷവും നന്ദിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നാളത്തെ സാറിപ്പം പറഞ്ഞില്ലേ, വീരേന്ദ്ര സാർ പോകുമ്പോൾ ഞങ്ങളൊക്കെ പടമായിട്ടിരിക്കും ഉറപ്പായിട്ട് അല്ലേ? സാറിനെ കുറിച്ച് കുറച്ചൊരു പടമായിനെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ പടമായി പോയി അല്ലേ? നമ്മളും പടമാകും അല്ലേ? കഴിഞ്ഞ ഒരു 16 അല്ലെങ്കിൽ 18 വർഷം മുമ്പ് നിങ്ങൾ ഉണ്ടായിരുന്നു അവിടെ? 18 വർഷം മുമ്പ് ആരും ഇല്ല അല്ലെ? 17 വർഷം മുമ്പ് നിങ്ങളുടെ ഇവിടെ ചിലപ്പോ നിങ്ങളുടെ പങ്കെടുക്കുവാനായിട്ട് വളരെ ഉത്സാഹത്തോടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥിനികൾ ഈ കോട്ടഞ്ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നത്തെ. അതിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നിങ്ങൾ ഈ വെക്കേഷൻ ക്ലാസ്സുകളിലും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പല ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അപ്പോൾ വീണ്ടും ഇത് എത്ര കിട്ടിയാലും നമുക്കത് മതിയാവില്ല. ഇവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ അറിവുകളും അല്ലെങ്കിൽ നമ്മളുടെ ഭാവിയിലേക്ക് തിരിയാനുള്ള വഴികൾ തിരിയുന്നതെന്നും നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു സംഗതി സംഘടിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അതിലേക്ക് ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല, വിശദമായിട്ട് കോട്ടഞ്ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കഴിവതും സാറിൻ്റെ ക്ലാസ്സുകളിലേക്ക് വളരെ ശ്രദ്ധയോടെ പങ്കെടുത്ത് നമുക്ക് കിട്ടാവുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ സ്വായത്തമാക്കി അത് കുറിച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്യാം. എന്താണ് കാര്യം, ഭാവിയിലേക്കുള്ള വഴികൾക്ക് നമുക്ക് വഴി തുറക്കപ്പെടുന്ന പല കാര്യങ്ങളാണ്. അപ്പം അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. എല്ലാ ആശംസകളും നേരുന്നു. അധികം വൈകുന്നില്ല, നമുക്ക് സമയപരിധി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. ക്ലാസ്സുകൾ എടുത്ത് ഏറ്റവും കൂടുതൽ സാഹിത്യ കൃതികളൊക്കെ അനാവരണം ചെയ്ത സാംബശിവനെ പോലെയൊക്കെ തന്നെ, അദ്ദേഹം അങ്ങനെ അത്ര പ്രശസ്തനല്ലെങ്കിലും എല്ലാ കൃതികളിലും കോളം എഴുതി ജനകവും പേപ്പറിലും അതുപോലെ ആനുകാലികവും എഴുതിയിട്ടുള്ള ശ്രീ ജോയ് നായരുമ്പലം കഴിവിൻ്റെ അങ്ങേയറ്റം വരെ പ്രവർത്തിച്ച അദ്ദേഹം ആകസ്മികമായി ഇന്നലെ നമ്മളിൽ നിന്ന് വിട്ടുനിൽക്കും. അദ്ദേഹത്തിൻ്റെ ദുഃഖസ്മരണ ാണ് നമ്മളിലേക്ക് നിൽക്കുന്നത്. എനിക്ക് ഇന്നലെ ഒരു ക്ലാസ് എടുക്കാണ്ടായിരുന്നു. ആ സത്യം പറഞ്ഞാൽ ക്ലാസ്സിൽ നോട്ട് തയ്യാറാക്കുമ്പോഴാണ് രാത്രി ഇതായിരുന്നു. വല്ലാത്ത രീതിയിൽ ഞാൻ ആകെ ഇതായിരുന്നു, ഉറങ്ങാൻ പറ്റില്ല. ഞാൻ അത്രയ്ക്ക് അടുത്ത് പരിചയപ്പെട്ട അല്ല ഷേക്സ്പിയറിൻ്റെ കൃതികളൊക്കെ വെള്ളം പോലെ ഇങ്ങനെ ഏത് സമയത്തും പറഞ്ഞാൽ മാഷ ഒന്ന് വരണം, ഇന്നത് വരണമെന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസിൻ്റെ ആവശ്യമില്ല. അങ്ങനെ
ഈ റഫറൻസ് ഇല്ലാതെ തന്നെ പറയാൻ കഴിവുള്ള വളരെ കുറച്ച് പേരുള്ള അതിലൊരാളാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ദുഃഖമുണ്ട്. അദ്ദേഹത്തിന് സ്മരണ നിലനിർത്താൻ ചെയ്യേണ്ടി വരും. അതിനിടയ്ക്ക് ലൈബ്രറിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ശശിയേട്ടനും നമുക്ക് നഷ്ടപ്പെട്ട ഈ മാസം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് അവരെ സ്മരണ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാം. അത് പ്രധാനമായിട്ടും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സി കെ അനന്തൻ സംഭാഷണത്തിൽ, അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് ചിത്രകാരനും അധ്യാപകരുമായിട്ടുള്ള ബാബു മാസ്റ്റർ സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ലൈബ്രറി സ്മാരക ലൈബ്രറിയുടെ അംഗമായിട്ടുള്ള ശ്രീ ബേസിൽ മുക്കത്ത്, പഴയ സിനിമാ നടൻ വിൻസെൻ്റ് മാസ്റ്റർ സ്വന്തക്കാരൻ, അദ്ദേഹവും നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 1-ാം തീയതി 3-ാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപ്പക്കാർക്കും അതുപോലെ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സംഗതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ യുവത എന്ന് പറയുന്നതിൻ്റെ മാധവക്കുട്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എഴുത്തുകാരി, എൻ്റെ കഥ, നീർമാതളം പൂത്തപ്പോൾ, ഒട്ടേറെ കഥകളിൽ ശരിക്കും പറഞ്ഞ പ്രണയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു കവയത്രി കൂടിയാണ് അവർ. അവരുടെ സ്മരണ നിലനിർത്തുന്നതിൽ നമ്മളൊരു സംഗതി മാധവിക്കുട്ടിയില്ലാത്ത മലയാളത്തിൻ്റെ 15 പ്രണയവർഷങ്ങൾ എന്ന ലേബലിൽ 3 വനിതാ സുഹൃത്തുക്കൾ, അപർണ ആരിസി, അശ്വതി ക്ലാക്കിൽ, അതുപോലെ മേഘനാട്, 3 പേരും ഇതുപോലെ 3-ാം തീയതി 3:30 വരും. അപ്പോൾ അതിലും പങ്കെടുക്കാം. നിങ്ങൾക്ക് ക്ലാസ്സുകളാണ്, നിങ്ങൾക്ക് പങ്കെടുക്കാം. മറ്റേതൊക്കെ വൈകുന്നേരം. പിന്നെ 5-ാം തീയതി സ്കൂളിലേക്കല്ലേ നമ്മൾ ഇന്ത്യയിലെ ലോകത്തിലെ എന്ന് അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് ബഷീർ, അറിയില്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമത്തിന് ജൂലൈ 5-ാം തീയതി. ആ ജൂലൈ 5-ാം തീയതി നമ്മുടെ നാട്ടിലെ പ്രശസ്ത സാഹിത്യകാരി, കവിയായിട്ടുള്ള അമ്മണി ടീച്ചറാണ്. അമ്മണി ടീച്ചറോടൊപ്പം സെൻറ്റ് ജോൺസ് LP സ്കൂളിലെ കുട്ടികൾ അവരുടെ ബഷീറിൻ്റെ സ്മരണയിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിപാടി. അത് രാവിലെയാണ്, 5-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂളിലാണ് നമ്മൾ നടത്തുന്നത്. ആ സ്കൂളിലെ കുട്ടികൾക്കും അതുകൊണ്ട് അവർക്ക് സംബന്ധിക്കാൻ പറ്റും. അന്ന് തന്നെ വൈകിട്ട് ഈ 3 പേര് എന്ന് പറയുന്ന ബഷീർ, അതുപോലെ അതിൻ്റെ തലേ ദിവസം സ്മരണ നിലനിർത്തേണ്ട ഇന്ത്യയിലെ തന്നെ ഒരു സാഹിത്യ കഥാപ്രസംഗ പ്രസ്ഥാനത്തിന് പേര് ഒപ്പിച്ച 2 പേര്, ഒന്ന് വി സാംബശിവൻ, മറ്റൊന്ന് രാമങ്കരം സദാനന്ദൻ. കേരളത്തിലെ ജനങ്ങളിൽ സാഹിത്യത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും അതുപോലെ വിപ്ലവത്തിൻ്റെയും ജ്വാലനം പടർത്തിയ ഈ 2 പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് വി സാംബശിവൻ. കേരളത്തിലെ മാത്രമല്ല ലോകത്തിലെ സാഹിത്യങ്ങൾ, ക്ലാസിക്കായിട്ടുള്ള കൃതികളൊക്കെ തന്നെ മലയാളത്തിലേക്ക് ആക്കി അത് ലക്ഷക്കണക്കിന് വേണമെങ്കിൽ പറയാം, ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ എത്തിച്ച 4000, 5000 സ്റ്റേജുകളിലൊക്കെ ഓരോ കഥാപ്രസംഗങ്ങളും നടത്തിയ ഈ സാംബശിവനെ അനുസ്മരിക്കുന്നു. ഒപ്പം തന്നെ പാട്ടമാക്കി എന്ന് പറയുന്ന കേരള വിപ്ലവ പ്രസ്ഥാനത്തിന് ബീജാവാപം നടത്തിയ ശ്രീ ദാമോദരൻ K. അവർ അദ്ദേഹം അന്നത്തെ ദിവസം. അപ്പം അങ്ങനെ 3 പേരും ഒരുമിച്ചാണ് സ്മരിക്കുന്നത്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.